Welcome to Structure of Atom. Section 5. Rules for filling electrons in orbitals. ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതിന് സഹായിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. Question number 32. Discuss rules for filling electrons in orbitals. Answer നോക്കാം. There are 3 rules. ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതിന് സഹായിക്കുന്ന 3 നിയമങ്ങളുണ്ട്. ഒന്ന്, ഓഫ്-ബോ പ്രിൻസിപ്പിൾ. 2, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 3, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഏതൊക്കെയാണ്? ഓഫ്-ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, മൂന്നാമത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓരോ റൂളുകളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ, ഓഫ്-ബോ പ്രിൻസിപ്പിൾ. The rule states that in the ground state of the atoms, electrons are filled in various orbitals in the increasing order of their energy. ആറ്റങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്യാത്ത അവസ്ഥയിൽ, എനർജി കുറവുള്ള അവസ്ഥയിൽ, അതിനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സാധാരണയായി ബോണ്ടുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ ആറ്റങ്ങൾ എക്സൈറ്റഡ് ആയി മാറും, എക്സൈറ്റഡ് സ്റ്റേറ്റിലായിട്ട് മാറും. ഈ കാര്യങ്ങൾ മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തായാലും ബോണ്ടൊന്നും ഫോം ചെയ്യാത്ത എനർജി കുറവുള്ള അവസ്ഥയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം ആറ്റങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഓർബിറ്റലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ നിറയുന്നത്? എനർജി കുറവുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ ആദ്യം നിറയും. അതാണ് റൂൾ. ഇലക്ട്രോൺ ആദ്യം നിറയുന്നത് എനർജി കുറവുള്ള ഓർബിറ്റലിലാണ്. അതിനുശേഷമാണ് എനർജി കൂടുതലുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ നിറയുന്നത്. അപ്പോൾ ഓർബിറ്റലുകളുടെ എനർജി കൂടി വരുന്ന രീതിയിലാണ് ഇലക്ട്രോണുകളും നിറയുന്നത്. എനർജി കുറവുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ ആദ്യം നിറയും. ക്ലിയർ ആയല്ലോ? ദ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റംസ് electrons are filled in various orbitals in the increasing order of their energy. In the increasing order of their energy. Okay. അടുത്തത് ഒരു നോട്ട്. ഓഫ്-ബോ is a German word meaning building up. ഓഫ്-ബോ എന്നുള്ളത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സയൻറ്റിസ്റ്റിൻ്റെ പേരല്ല, ഇതൊരു ജർമ്മൻ വാക്കാണ്. മീനിങ് ബിൽഡിംഗ് അല്ലേ? ഉയർത്തിക്കൊണ്ടുവരിക. താഴെ നിന്നാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ എനർജി കുറവുള്ള ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ആദ്യം നിറയുന്നത്. ആ അർത്ഥത്തിലാണ് ഓഫ്-ബോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ. ഒരു നോട്ടുണ്ട്. ഓഫ്-ബോ പ്രിൻസിപ്പലിന് മറ്റൊരു പേരുണ്ട്, N+L റൂൾ. N എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L എന്ന് പറയുന്നത് അസിമുത്താൽ ക്വാണ്ടം നമ്പർ. എന്നിനും എല്ലിനും എനർജിയെ തീരുമാനിക്കുന്നതിൽ പങ്കുണ്ട്. അപ്പോൾ ഓർബിറ്റലിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ
n പ്ലസ് എൽ ആണ്. അതുകൊണ്ട് നേരത്തെ കണ്ട ഡെഫിനിഷനിൽ എനർജി എന്ന് പറയുന്ന സ്ഥലത്ത് n പ്ലസ് എൽ വാല്യൂ എന്നെഴുതിയാൽ n പ്ലസ് എൽ റൂളായി. നേരത്തെ എഴുതിയ അതേ ഡെഫിനിഷൻ അതിൽ എനർജി എന്ന് പറയുന്ന സ്ഥലത്ത് n പ്ലസ് എൽ വാല്യൂസ് എന്നെഴുതിയാൽ n പ്ലസ് എൽ റൂളായി. പറയാം. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റംസ് electrons are filled in various orbitals in the increasing order of their n plus l values. ഓർബിറ്റലുകളുടെ n പ്ലസ് എൽ വാല്യൂ കൂടി വരുന്ന രീതിയിലാണ് അവയിൽ ഇലക്ട്രോൺ നിറയുന്നത്. അതായത് n പ്ലസ് എൽ വാല്യൂ കുറവുള്ള ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ നിറയുന്നത്. എനർജി കുറവുള്ള ഓർബിറ്റൽ എന്നുള്ളതിന് പകരം n പ്ലസ് എൽ വാല്യൂ കുറവുള്ള ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ആദ്യം നിറയുന്നത്. ഈ റൂളിനെയാണ് n പ്ലസ് എൽ റൂൾ എന്ന് വിളിക്കുന്നത്. അല്ലേ? ദിസ് ഈസ് നോൺ ആസ് n പ്ലസ് എൽ റൂൾ. n പ്ലസ് എൽ റൂൾ ഇതിനെയാണ് n പ്ലസ് എൽ റൂൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഓർബിറ്റലുകളുടെ എനർജിയെ തീരുമാനിക്കുന്നത് എന്നും എല്ലുമാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുതാൽ ക്വാണ്ടം നമ്പറും. n പ്ലസ് എൽ വാല്യൂ കുറവുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എനർജി കുറവുള്ള ഓർബിറ്റൽ എന്നാണ് അർത്ഥം. അപ്പോൾ n പ്ലസ് എൽ വാല്യൂ കുറവുള്ള ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ആദ്യം നിറയുന്നത്. ഇതിനെയാണ് n പ്ലസ് എൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ തന്നെയാണ് n പ്ലസ് എൽ റൂൾ. ഓക്കെ. ഇനി ഈ ഡയഗ്രാം നമ്മളൊന്ന് വരയ്ക്കാൻ പഠിക്കണം. വളരെ എളുപ്പമാണ്. ഇതേപോലെ കൃത്യ അകലത്തിൽ എഴുതണം. ഒന്നാമത്തെ മെയിൻ ഷെല്ലിൽ ഒരു സബ്ഷെൽ, നോക്കൂ 1s. രണ്ടാമത്തെ മെയിൻ ഷെല്ലിൽ രണ്ട് സബ്ഷെൽ, 2s 2p. മൂന്നാമത്തെ മെയിൻ ഷെല്ലിൽ മൂന്ന് സബ്ഷെൽ, 3s 3p 3d. നാലാമത്തെ മെയിൻ ഷെല്ലിൽ നാല് സബ്ഷെൽ, 4s 4p 4d 4f. അഞ്ചാമത്തെ മെയിൻ ഷെല്ലിൽ 5 സബ്ഷെൽ ഉണ്ടെങ്കിലും നമ്മൾ 4 എണ്ണം മാത്രമേ എഴുതാറുള്ളൂ. എഫ് വരെ മാത്രമേ എഴുതൂ. കാരണം ബാക്കിയുള്ള ഓർബിറ്റലുകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. 5G ഓർബിറ്റലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പം എഫ് വരെ എഴുതിയാൽ മതി. ആറാമത്തെ മെയിൻ ഷെല്ലിൽ 6 സബ്ഷെല്ലുണ്ട്, പക്ഷെ നമ്മൾ എഫ് വരെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഏഴാമത്തെ മെയിൻ ഷെല്ലിൽ 7 സബ്ഷെല്ലുണ്ട്, നമ്മളിവിടെ 4 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പം ഈ രീതിയിൽ സ്പേസ് ഒക്കെ ഇട്ട് കൃത്യമായിട്ട് എഴുതുക. ഇനി താഴേക്ക് വരുമ്പോൾ എനർജി കൂടുകയാണ്. ഓർബിറ്റലുകളുടെ എനർജി താഴേക്ക് വരുമ്പോൾ കൂടുകയാണ്. ഇപ്പം എനർജി ഏറ്റവും കുറവുള്ള ഓർബിറ്റിൽ ഇതിലേതാണ്? 1s ആണ്. ഇപ്പം ഇലക്ട്രോൺ ആദ്യം നിറയുന്നത് 1sലാണ്. ഈ ആരോ മാർക്ക് നോക്കിയാൽ മതി. പാരലായിട്ടുള്ള ആരോ മാർക്കുകളുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഏത് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ആദ്യം ഫിൽ ചെയ്യുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഈ ചിത്രം സൈഡിൽ വരച്ചു വെക്കണം. അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇത് വരയ്ക്കേണ്ട രീതിയാണ് പറഞ്ഞത്. ഓക്കെ. 1s കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇവിടേക്ക് പോകും, 2sലേക്ക്. 2s കഴിഞ്ഞാൽ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? 2p കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ്? 3s. 3s കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 3p കഴിഞ്ഞാൽ 3dയിലേക്കല്ല ഇലക്ട്രോൺ പോകുന്നത്. 3p കഴിഞ്ഞാൽ 3dയിലേക്കല്ല ഇലക്ട്രോൺ, 3p കഴിഞ്ഞാൽ 4sലേക്കാണ് പോകുന്നത്. 3p കഴിഞ്ഞാൽ എനർജി കുറവുള്ള ഓർബിറ്റൽ 4s ആണ്, 3d അല്ല. 3d കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? 4p കഴിഞ്ഞാൽ 5sലേക്ക്. ഇപ്പം എക്സാമിന് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഈ ചിത്രം ഉണ്ടെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, 5d ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് ഏത് ഓർബിറ്റലിലേക്കാണ്? 5d എന്നുള്ളത് ഇവിടെയാണ്.
5d കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 6pയിലേക്കാണ്. 6p കഴിഞ്ഞാൽ 7sലാണ്. അപ്പോൾ ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതിന് സഹായിക്കുന്ന നിയമമാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. അത് ഈ ചിത്രം വരച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഏത് ഓർബിറ്റലിനാണ് എനർജി കുറവ് എന്നുള്ളത് ഈ ചിത്രത്തിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ചിത്രം നന്നായിട്ട് നോക്കി വയ്ക്കാം. ഇനി n+l വാല്യൂ നമ്മളൊന്ന് കണക്കാക്കുകയാണ്. ഓർബിറ്റലുകളുടെ n+l വാല്യൂ കണക്കാക്കുകയാണ്. n വാല്യൂ കുറവുള്ള ഓർബിറ്റലിന് എനർജി കുറവാണ്. അപ്പം n വാല്യൂവും ഉണ്ട്, l വാല്യൂവും ഉണ്ട്. n വാല്യൂ കുറവുള്ള ഓർബിറ്റലിന് എനർജി കുറവാണ്. ആ പോയിന്റ് ഓർമ്മിച്ച് വെക്കണം. n വാല്യൂ കുറവാണെങ്കിൽ എനർജി കുറവായിരിക്കും. ശരി, നമ്മൾ 1s ഓർബിറ്റലിൻ്റെ n+l വാല്യൂ കാണുകയാണ്. 1s ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ മെയിൻ ഷെല്ല് 1 ആണ്, n1. s എന്ന് പറഞ്ഞാൽ l വാല്യൂ നമുക്കറിയാം, പഠിച്ചു വെച്ചിട്ടുണ്ട്, 0. അപ്പോൾ 1, n+l വാല്യൂ 1 ആണ്. 2s ഓർബിറ്റലിൻ്റെ n+l വാല്യൂ എത്രയായിരിക്കും വരിക? n എന്നുള്ളത് 2, കാരണം രണ്ടാമത്തെ മെയിൻ ഷെല്ലാണ്. എസിൻ്റെ l വാല്യൂ 0, 2. എനർജി കുറവുള്ള ഓർബിറ്റൽ 1s ആണ്. എങ്ങനെ മനസ്സിലായി? n+l വാല്യൂ കുറവുള്ളത് 1sനാണ്. n+l വാല്യൂ കുറവുള്ളത് 1sനാണ്. n+l വാല്യൂ കുറവുള്ളത് 1sനാണ്. അതുകൊണ്ടാണ് 1s ഓർബിറ്റൽ ആദ്യം നിറയുന്നത്. ഇലക്ട്രോണുകൾ നിറയുന്നത് ആദ്യം 1s ഓർബിറ്റലാണ്. അത് കഴിഞ്ഞ് 2s ഓർബിറ്റലിലേക്ക് പോകും. ക്ലിയർ ആയല്ലോ? ഇപ്പം n+l വാല്യൂ കുറവുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ ആദ്യം നിറയും. So 1s orbital is filled first because it has lower n+l value. അതായത് ലോവർ എനർജി അതിനാണ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കേസ് പറയാം. 3p ഓർബിറ്റലിൻ്റെ n+l വാല്യൂ 3 ആണ് മെയിൻ ഷെൽ. അപ്പം 3 p എന്നുള്ളതിൻ്റെ l വാല്യൂ 1 ആണ്. 3 + 1 എത്രയാണ്? 4. ഓക്കെ, 4sൻ്റെ n+l വാല്യൂ മെയിൻ ഷെല്ല് 4 ആണ്. എസിൻ്റെ l വാല്യൂ 0, 4. n+l വാല്യൂ രണ്ടിനും സെയിം ആണ്. 3p ഓർബിറ്റലിനും സെയിം ആണ്, 4s ഓർബിറ്റലിനും സെയിം ആണ്. പക്ഷേ 3p ഓർബിറ്റൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ 4s ഓർബിറ്റൽ നിറയൂ. അതായത് എനർജി കുറവുള്ളത് 3p ഓർബിറ്റലിനാണ്. എന്തുകൊണ്ടാണ് 3p ഓർബിറ്റലിന് എനർജി കുറവായത്? n വാല്യൂ കുറവാണ്. n വാല്യൂ കുറവാണ്, 3 ഉള്ളൂ. 4sൻ്റെ n വാല്യൂ 4ഉം 3pയുടെ n വാല്യൂ 3ഉമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു n+l വാല്യൂ തുല്യമായതുകൊണ്ട് n+l വാല്യൂ തുല്യമായതുകൊണ്ട് രണ്ടു പേർക്കും എനർജി തുല്യമായിക്കൊള്ളണമെന്നില്ല. 3pയ്ക്കും 4sനും n+l വാല്യൂ സെയിം ആണ്. രണ്ടിനും ഒരേ എനർജി ആണെന്ന് കരുതരുത്. ആർക്കാണ് എനർജി കുറയുക? 3pയ്ക്ക്. എന്തുകൊണ്ടാണ് 3pയ്ക്ക് എനർജി കുറഞ്ഞത്? 3pയുടെ n വാല്യൂ ആണ് കുറവ്, 3 മാത്രമേ ഉള്ളൂ. 4sൻ്റെ n വാല്യൂ 4 ആണ്. അപ്പം n വാല്യൂ കൂടിയാൽ എനർജി കൂടും. അപ്പം n+l വാല്യൂ തുല്യമാണെന്ന് കരുതി തുല്യ എനർജി ആണെന്ന് കരുതരുത്. n വാല്യൂ നോക്കിയിട്ടാണ് എനർജി തീരുമാനിക്കുന്നത്. ഓക്കെ, 3p is filled first because it has lower energy due to lower value of n. Okay, 3d ഓർബിറ്റലിൻ്റെ n+l വാല്യൂ ഒന്ന് കണക്കാക്കാം. 3d ഓർബിറ്റൽ 3+, ഡിയുടെ l വാല്യൂ 2 ആണ്. അപ്പോൾ 3 + 2 എത്രയാണ്? 5 ആണ്. 3 + 2 5 ആണ്. നോക്കൂ, 3p കഴിഞ്ഞാൽ ശരിക്കും 3d ഓർബിറ്റലാണ് വരുന്നത്. പക്ഷെ 3p കഴിഞ്ഞാൽ 3dയിലല്ല ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. 3p കഴിഞ്ഞാൽ എനർജി കുറവുള്ള ഓർബിറ്റൽ ഏതാണ്? 4s. 3p കഴിഞ്ഞാൽ എനർജി കുറവുള്ള ഓർബിറ്റൽ 4s ആണ്. 4s ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ 3d ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യൂ. 3p കഴിഞ്ഞാൽ എനർജി കുറവുള്ള ഓർബിറ്റൽ 4s ആണ്, 3d അല്ല.
3p കഴിഞ്ഞാൽ എനർജി കുറവുള്ളത് 3d അല്ല 4s ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 4sന്റെ n+l വാല്യൂ 4 ആണ്, 3dയുടെ n+l വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ n+l വാല്യൂ നോക്കി എനർജി നമുക്ക് കണ്ടുപിടിക്കാം. n+l വാല്യൂ തുല്യമാണെങ്കിൽ ശ്രദ്ധിക്കണം, n വാല്യൂ കുറവുള്ള അല്ലെ ഓർബിറ്റലിലായിരിക്കും എനർജി കുറവുള്ളത്. ഓക്കെ, അപ്പോൾ 4s ഇലക്ട്രോൺ അല്ലേ. സോ ആഫ്റ്റർ ഫില്ലിംഗ് 4s നിറഞ്ഞതിന് ശേഷമാണ് 3Dയിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ആഫ്റ്റർ ഫില്ലിംഗ് 4s ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3D. ഓക്കെ, ഓഫ് ബോ പ്രിൻസിപ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് മറ്റൊരു പേരുണ്ട് n+l റൂൾ. n+l റൂൾ. ഓക്കെ, അടുത്ത നിയമം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. The rule states that an orbital can accommodate a maximum of 2 electrons. ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇതിന് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. The rule states 2 electrons in an orbital cannot have same value for all quantum numbers. ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് വരില്ല. ഇത് നമ്മൾ തെളിയിച്ചതാണ് മഗ്നീഷ്യം ആറ്റത്തിൻ്റെ കേസ് എടുത്ത്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന ടോപ്പിക് ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യം വിശദീകരിച്ചിരുന്നു. നോക്കണം. നോക്കൂ, ഹീലിയത്തിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്, 1s. ഈ 2 ഇലക്ട്രോണുകളും എങ്ങനെ സൂചിപ്പിക്കണം? ഒന്നിൻ്റെ സ്പിൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ തൊട്ടടുത്ത ഇലക്ട്രോണിൻ്റെ സ്പിൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. ഒരു ആരോ മാർക്ക് മേലേക്കാണെങ്കിൽ ഒരു ആരോ മാർക്ക് താഴേക്കായിരിക്കും. ഇതാണ് ശരി. ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളതല്ല, ഇത് തെറ്റാണ്. ഇങ്ങനെയും വരയ്ക്കാൻ പാടുള്ളതല്ല, ഇതും തെറ്റാണ്. ഈ മൂന്നാമത്തതാണ് ശരി. അപ്പം 2 ഇലക്ട്രോണുകളെ കാണിക്കുമ്പോൾ ഈ രീതിയിൽ കാണിക്കണം. ഒരു ആരോ മാർക്ക് മേലേക്ക്, ഒരു ആരോ മാർക്ക് താഴേക്ക്. ഓക്കെ, ആദ്യത്തത് താഴേക്കും രണ്ടാമത്തത് മേലേക്കായാലും കുഴപ്പമില്ല. അടുത്ത ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. മൾട്ടിപ്ലിസിറ്റി എന്നുള്ള വാക്കൊക്കെ ഉയർന്ന ക്ലാസ്സുകളിൽ മാത്രമേ ചർച്ച ചെയ്യൂ. സ്പെക്ട്രോസ്കോപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. റൂൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. The rule states that when electrons are filled in degenerated orbitals, ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളെയാണ് ഡീജനറേറ്റഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുക? The orbitals are first simplified and then only pairing occurs. ഓർബിറ്റലുകളിൽ ആദ്യം ഓരോ ഇലക്ട്രോൺ വീതം വരും. നമുക്കറിയാം, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളാണെങ്കിൽ ആദ്യം ഓരോ ഇലക്ട്രോൺ വീതം കൊടുക്കും. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ഇലക്ട്രോണിനെ ഫിൽ ചെയ്യൂ, അതായത് പെയർ ആകൂ എന്നർത്ഥം. അപ്പോൾ ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ ആദ്യം ഓരോ ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ വീതം വരും. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ഇലക്ട്രോൺ വരൂ അല്ലെങ്കിൽ ഫിൽ ചെയ്യൂ. ഈ റൂളിനെയാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. The rule states that
when electrons are filled in degenerated orbitals, the orbitals are first simplified. The orbitals are first simplified and then only pairing occurs. Okay. താഴെ ഒരു നോട്ട് ഉണ്ട്. ഡീജനറേറ്റഡ് ഓർബിറ്റൽസ് ഹാവ് ഐഡന്റിക്കൽ എനർജി. അല്ലേ, ഡീജനറേറ്റഡ് ഓർബിറ്റലുകൾക്ക് തുല്യ എനർജിയാണ്. ഫോർ എക്സാമ്പിൾ Px, Py, Pz. ഇത് ഡീജനറേറ്റഡ് ഓർബിറ്റൽസ് ആണ്. Px, Py, Pz. കാരണം മൂന്നിനും തുല്യ എനർജിയാണ്. ഓക്കെ. ഇനി കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. കാർബണിന് 6 ഇലക്ട്രോണാണ് ഉള്ളത്. എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് നോക്കാം. 1s-ൽ 2 ഇലക്ട്രോൺ, 1, 2. 1s ആണ് ആദ്യം ഫിൽ ചെയ്യുന്നത്. കാരണം ഓഫ് ബോ പ്രിൻസിപ്പിൾ, എനർജി കുറവുള്ള ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ആദ്യം നിറയുന്നത്. 1s കഴിഞ്ഞാൽ പിന്നെ 2s. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അത് ഏത് റൂളാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇപ്പം 2 2 4 ആയി. ബാക്കി 2 ഇലക്ട്രോണുകൾ 1 2 ഉണ്ടോ? ഇത് കറക്റ്റാണ്. ഇപ്പം കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റാണ്. ചില കുട്ടികൾ ചോദിക്കും, ആരോ മാർക്ക് താഴേക്ക് ഇടാൻ പറ്റുമോ? പറ്റും. ഇതും ശരിയാണ്. ഇനി ഇത് ശരിയല്ല, ഇത് അത്ര ശരിയല്ല. തെറ്റാണെന്ന് പറയുന്നില്ല, അത്ര ശരിയല്ല. നോക്കൂ, ഇവിടെ ആരോ മാർക്ക് മേലേക്കാണ്, തൊട്ടടുത്ത ഓർബിറ്റലിൽ താഴേക്കാണ്. ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ കാണിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതും അത്ര ശരിയല്ല, 3 അത്ര ശരിയല്ല. 4-മത്തതും തെറ്റാണ്. എന്താണ് ഇവിടെ തെറ്റാൻ കാരണം? ഹൺസ് റൂൾ ഒബേ ചെയ്തിട്ടില്ല. Px, Py, Pz ഒരേ എനർജിയുള്ള ഓർബിറ്റിലാണ്. ഒരേ എനർജിയുള്ള ഓർബിറ്റിലാവുമ്പോൾ ആദ്യം ഓരോന്ന് വീതം കൊടുക്കണം. ഒന്നിവിടെ, ഒന്നിവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹൺസ് റൂൾ ഇതിൽ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റിച്ച് തരും. അത് ശരിയാക്കാനൊക്കെ ആവശ്യപ്പെടും. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. 1s2, 2s2, 2p2. ആ 2p2 എന്നുള്ളത് ഒരു ഓർബിറ്റലിൽ ഒരെണ്ണം, തൊട്ടടുത്ത ഓർബിറ്റൽ മറ്റൊരെണ്ണം. ഓക്കെ. ബോറോണിന് 5 ഇലക്ട്രോൺ ഉണ്ട്. ഫിലപ്പ് ചെയ്ത് നോക്കൂ. 1s-ൽ 2, 2s-ൽ 2, 2p-ൽ ഒരെണ്ണം. ഓക്കെ. കാർബണിന് 6 ഇലക്ട്രോൺ, 2, 4, 5, 6 ഉണ്ടോ? ഹൺസ് റൂൾ ഒബേ ചെയ്തിട്ടുണ്ട്. ഈ 2 ഇലക്ട്രോൺ ഒന്നിച്ച് കാണിക്കാൻ പാടില്ല. നൈട്രജൻ 7 ഇലക്ട്രോണാണ്, 2, 4, 5, 6, 7 കണ്ടോ? ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്തു. ഇതിനെയാണ് ഹൺസ് റൂൾ എന്ന് പറയുന്നത്. ഓക്സിജൻ 8 ഇലക്ട്രോൺ, 2, 4, ഇനി 5, 6, 7 ഒരെണ്ണം ബാക്കി വന്നു. ആ ബാക്കി വന്നത് ഇവിടെ പെയർ ചെയ്തു. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. ഓഫ് ബോ പ്രിൻസിപ്പലിൻ്റെ താഴെ കാണിച്ചിട്ടുള്ള ആ ഡയഗ്രാം നമ്മൾ പഠിച്ചു വെക്കണം. ഒരു ഓർബിറ്റൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പിന്നീട് ഏത് ഓർബിറ്റലിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ ആ ഡയഗ്രാം നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. വൈ? പകുതി നിറഞ്ഞ ഓർബിറ്റലുകൾക്കും മുഴുവൻ നിറഞ്ഞ ഓർബിറ്റലുകൾക്കും സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്താണ് കാരണം? 2 കാരണങ്ങളാണ്. ഒന്ന് സിമ്മട്രി, അല്ലേ? ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എല്ലാ ഓർബിറ്റലിലും ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, സിമ്മട്രി വന്നു. ഫുള്ളി ഫിൽഡ് ആണെങ്കിലും എല്ലാ ഓർബിറ്റലിലും ഇലക്ട്രോൺ വരും. ഇതിനെയാണ് സിമ്മട്രി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ സിമ്മട്രി ഉണ്ടാവില്ല, അസമത്വം വരും, അല്ലേ? ഒരാൾക്ക് മിഠായി കിട്ടി, മറ്റൊരാൾക്ക് മിഠായി കിട്ടിയില്ല, അവിടെ അടിപിടിയാവും, അല്ലേ? എല്ലാ ഭാഗത്തും ഒരുപോലെയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സിമ്മട്രി വരുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടും.
മറ്റൊന്ന് എക്സ്ചേഞ്ച് എനർജി കൂടുതലാണ്. അതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി തരാം. താല്പര്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്യും. നോക്കൂ, ഇത് ഡി സബ്ഷനിലാണ്. 5 ഇലക്ട്രോണുകൾ 1 2 3 4 5 5 ഓർബിറ്റലിലും ഇലക്ട്രോണുണ്ട്. സിമെട്രിക് ആണ്. ഇലക്ട്രോണുകൾക്ക് സ്ഥാനം മാറി കളിക്കും. ഒന്നാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ഓർബിറ്റലിലേക്ക് പോവാം, മൂന്നാമത്തെ ഓർബിറ്റലിലേക്ക്, നാലാമത്തെ ഓർബിറ്റലിലേക്ക്, അഞ്ചാമത്തെ ഓർബിറ്റലിലേക്ക്, ഇങ്ങനെ സ്ഥാനം മാറി ഇരിക്കാൻ പറ്റും. ഇലക്ട്രോണുകൾ പരസ്പരം സ്ഥാനം മാറുമ്പോൾ വർക്ക് ചെയ്യുന്നു, എനർജി ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് എനർജി ആവശ്യമുണ്ട്. എനർജി ഉപയോഗിച്ചാൽ എനർജി കുറയും. അപ്പോൾ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ, ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകളുടെ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് എക്സ്ചേഞ്ച് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇലക്ട്രോണിന് 4 എക്സ്ചേഞ്ച് പറ്റും. 1 2 3 4. രണ്ടാമത്തെ ഇലക്ട്രോണിന് രണ്ടാമത്തെ ഇലക്ട്രോൺ ഇതിൽ കാണിച്ചിട്ടില്ല. രണ്ടാമത്തെ ഇലക്ട്രോണിന് 3 എക്സ്ചേഞ്ച് കിട്ടും. രണ്ടാമത്തെ ഇലക്ട്രോണിന് 3 എക്സ്ചേഞ്ച്. മൂന്നാമത്തെ ഇലക്ട്രോണിന് 2 എക്സ്ചേഞ്ചുകളാണ്. കണ്ടോ, മൂന്നാമത്തെ ഇലക്ട്രോണിന് 2 എക്സ്ചേഞ്ചാണ്. ഓക്കെ, ഇലക്ട്രോണുകൾ തൊട്ടടുത്ത സ്ഥാനങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നാണ് അർത്ഥം. 3 എക്സ്ചേഞ്ചസ് ബൈ ഇലക്ട്രോൺ 1 എന്നല്ല, ഇവിടെ 2 എന്നാണ് എഴുതേണ്ടത്. 2 എന്നാണ് എഴുതേണ്ടത്. നാലാമത്തെ ഇലക്ട്രോണിന് 1 എക്സ്ചേഞ്ച് മാത്രമേ പറ്റൂ. അപ്പോൾ ആദ്യത്തെ ചിത്രം മാത്രം നോക്കിയാലും മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ ഇലക്ട്രോൺ കഴിഞ്ഞിട്ട് 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 4 എക്സ്ചേഞ്ച് പോസിബിളാണ്. രണ്ടാമത്തെ ഇലക്ട്രോൺ കഴിഞ്ഞിട്ട് 3 ഇലക്ട്രോൺ ആണുള്ളത്, 3 എക്സ്ചേഞ്ച്. മൂന്നാമത്തെ ഇലക്ട്രോൺ കഴിഞ്ഞ് 2 ഇലക്ട്രോണുകളാണുള്ളത്, 2 എക്സ്ചേഞ്ച് പോസിബിളാണ്. നാലാമത്തെ ഇലക്ട്രോൺ കഴിഞ്ഞ് 1 ഇലക്ട്രോൺ ആണുള്ളത്, അതുകൊണ്ട് 1 എക്സ്ചേഞ്ച് പോസിബിളാണ്. എന്തായാലും ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറും. ഈ സ്ഥാനം മാറുമ്പോൾ പുറത്തേക്ക് വിടുന്ന എനർജിയാണ് എക്സ്ചേഞ്ച് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾക്ക് എക്സ്ചേഞ്ച് എനർജി ഉണ്ട്, സിമ്മട്രി ഉണ്ട്, അതുകൊണ്ട് അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകൾക്ക് സിമ്മട്രി കൂടുതലാണ്. ഇവർക്കും എക്സ്ചേഞ്ച് എനർജി വേണമെങ്കിൽ പറയാം, പക്ഷേ സാധാരണയായി ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾക്കാണ് ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾക്കും ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകൾക്കും സ്റ്റെബിലിറ്റി കൂടുതലാണ്. കാരണം സിമ്മട്രി, മറ്റൊന്ന് എക്സ്ചേഞ്ച് എനർജി. ഓക്കെ, 1-2 നോട്ടുകൾ. അറ്റോമിക് നമ്പർ ഉയർന്ന എലമെൻറ്റുകളിൽ നമ്മൾ ഈ പഠിച്ച നിയമങ്ങളൊന്നും ഫോളോ ചെയ്യില്ല. ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഈ റൂളുകളൊക്കെ ചിലപ്പോൾ തെറ്റിക്കാണാറുണ്ട്. അബ്സേർഡ് കോൺഫിഗറേഷൻസ്, അതായത് നമ്മൾ പഠിച്ച റൂളിനനുസരിച്ചല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാറുള്ളത്. കാരണം ഉയർന്ന എലമെൻറ്റുകളിൽ എനർജി ഇൻ്ററാക്ഷൻ കൂടുതലാണ്. അതാണ് അതിൻ്റെ കാരണം. അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ കണ്ടെത്തിയിട്ടില്ല. എനർജി ഇൻട്രാക്ഷൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടിയ എലമെൻറ്റുകളിൽ പ്രതീക്ഷിക്കാത്ത കോൺഫിഗറേഷൻസ് കണ്ടേക്കാം. ദിസ് മേ ബി ഡ്യൂ ടു ഡിഫറൻറ്റ് എനർജി ഇൻട്രാക്ഷൻസ് ഇൻ ദം. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ ഈ നിയമങ്ങളൊന്നും പലപ്പോഴും പാലിക്കാറില്ല. ഓഫ് ബോ പ്രിൻസിപ്പിളൊന്നും പലപ്പോഴും പാലിക്കാറില്ല. ഈ സമയത്ത് നമുക്ക് അബ്സേർഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് കിട്ടാറുണ്ട്. ചിലപ്പോൾ 2s ഇലക്ട്രോൺ 2p പ്രൊമോട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഓഫ് ബോ പ്രിൻസിപ്പിളൊക്കെ വയലേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അബ്സേർഡ് കോൺഫിഗറേഷൻ പല സമയത്തും നമ്മൾ കണ്ടേക്കാം. അത് എനർജി ഇൻട്രാക്ഷൻസ് കാരണമാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇതൊക്കെ മറ്റ് ചില ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കും.
സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അറ്റോമിക് നമ്പർ കാണിച്ചിട്ടുണ്ട് 21 മുതൽ 30 വരെ. ട്രാൻസിഷൻ എലമെൻസാണ്. എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഇടയ്ക്കാണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അതായത് ഡി ബ്ലോക്ക്. പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്ന പോയിന്റ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അബ്നോർമലാണ്. കാരണം എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആർ അബ്നോർമൽ. ഇപ്പോൾ ക്രോമിയം ഇവിടെയാണ്, അറ്റോമിക് നമ്പർ 24, കോപ്പർ അറ്റോമിക് നമ്പർ 29. നോട്ട് ചെയ്തല്ലോ. എന്താണ് അബ്നോർമൽ കോൺഫിഗറേഷൻ കിട്ടാൻ കാരണം? ക്രോമിയത്തിനും കോപ്പറിനും എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷനും ആക്ച്വൽ കോൺഫിഗറേഷനും ഡിഫറൻ്റ് ആണ്. പ്രതീക്ഷിക്കുന്നതല്ല കിട്ടുന്നത്. അതുകൊണ്ടാണ് അബ്നോർമൽ എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ അല്ലേ, നമ്മൾ അബ്നോർമൽ എന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അബ്നോർമലാണ്. എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ ആൻഡ് ആക്ച്വൽ കോൺഫിഗറേഷൻ ഓഫ് copper and chromium are different. So electronic configuration is abnormal. Electronic configuration abnormal. ഈ അബ്നോർമൽ കോൺഫിഗറേഷൻ എന്തിനാണ് ഇവർ സ്വീകരിക്കുന്നത്? അബ്നോർമലായി പെരുമാറാൻ കാരണം എന്താണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അബ്നോർമലായി പെരുമാറുന്നത്. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അബ്നോർമലായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അബ്നോർമൽ കോൺഫിഗറേഷൻ കാണിക്കാൻ കാരണം ഈ അബ്നോർമൽ കോൺഫിഗറേഷൻ ഉണ്ടായാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടൂ? സ്റ്റെബിലിറ്റി കിട്ടൂ. നമുക്കൊന്ന് പരിശോധിക്കാം. ക്രോമിയത്തിൽ 24 ഇലക്ട്രോണാണ്. നമ്മൾ ആ ഓഫ് ബോ പ്രിൻസിപ്പിളിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. 1s 2 ഇലക്ട്രോൺ. ഓക്കെ, എനർജി ഏറ്റവും കുറവുള്ളത്. പിന്നെ 2s 2. 2s കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 2p, 6. പിന്നെ 2p കഴിഞ്ഞാൽ 3s, 3s കഴിഞ്ഞാൽ 3p. ഇപ്പം എത്ര ഇലക്ട്രോൺ ആയി? 18. 2, 4, 10, 12, 18. ഈ 18 എന്നുള്ളതിന് പകരം ആർഗൺ എന്ന് എഴുതിയാലും മതി. ചില ബുക്കുകളിൽ അങ്ങനെ ഉണ്ടായിരിക്കും. നോബിൾ ഗ്യാസായ ആർഗൺ, AR എന്ന് എഴുതിയാൽ മതി. എന്നാൽ 1s2, 2s2, 2p6, 3s2, 3p6 എന്ന് എഴുതി ബുദ്ധിമുട്ടണ്ട, ആർഗൺ എന്ന് എഴുതിയാൽ മതി. ഇനി അപ്പോൾ 20 ഇലക്ട്രോൺ, 20 അല്ല 18, 2, 4 അല്ലേ, 10, 12, 18, 3p6 വരെ എത്തുമ്പോഴേക്കും 18 ഇലക്ട്രോൺ ഫില്ലായി. ഇനി 18 കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 4sലാണ്. 3p കഴിഞ്ഞാൽ 4s 2. 18ഉം 2ഉം 20. 24 ഇലക്ട്രോൺ ഉണ്ട്. ബാക്കി 4 ഡിയിൽ. ബാക്കി 4 ഡിയിൽ. അതെങ്ങനെയാണ്? 4s 2. നോക്കൂ, 4s 2, ഡിയിൽ 4. അപ്പോൾ പ്രതീക്ഷിക്കുന്ന കോൺഫിഗറേഷൻ എന്താണ്? പ്രതീക്ഷിക്കുന്ന കോൺഫിഗറേഷൻ 3d4 4s2, 3d4 4s2. ഇനി നമുക്കറിയാം ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. 3ഡിയിൽ 4 ഉള്ളത്. 4s നിന്ന് ഒരെണ്ണം കടമെടുക്കുന്നു. 4s നിന്ന് ഒരെണ്ണം കടമെടുത്താൽ എന്താണ് മെച്ചം? നോക്കൂ, 3d ഹാഫ് ഫിൽഡായി, 4sഉം ഹാഫ് ഫിൽഡായി, സ്റ്റെബിലിറ്റി കൂടി. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് 3d4 4s2 ആണെങ്കിലും 3d4 4s2 ആണെങ്കിലും കിട്ടുന്നത് എങ്ങനെയാണ്? 3d5 4s1, 3d5 4s1. എസിൽ നിന്ന് ഒരെണ്ണം ഡിയിലേക്ക് വന്നു, കടമെടുത്തു. അതുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ അബ്നോർമൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് 3d4 4s2, കിട്ടുന്നത് 3d5 4s1. ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇതേപോലെ തന്നെയാണ് കോപ്പർ. 29 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പം 3p6 വരെ എഴുതിയാൽ 18 ഇലക്ട്രോണായി. 3p കഴിഞ്ഞാൽ പിന്നെ 4sലാണ്. 3p കഴിഞ്ഞാൽ 4s അല്ലേ, 18 2 20. 18 2 20. ഇവിടെ 9 എന്നാണ് വേണ്ടത്, 4 എന്നാണ് തെറ്റി എഴുതിയതാണ്. ഇത്
3D9 എന്നാണ് വേണ്ടത്. 3D9 ആണ് കേട്ടോ. ഇവിടെ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. ഇവിടെ കാണിച്ചിരിക്കുന്നത് കറക്റ്റാണ്. 3D9 ആണ്, 4 അല്ല. അപ്പോൾ നോക്കൂ, 4s 2, 3Dയിൽ 9 ഇലക്ട്രോൺ ഉണ്ട്. 2, 4, 6, 8, 9. ഇനി സ്റ്റെബിലിറ്റിക്ക് എന്താണെന്നുള്ളത് 3D ഫുൾ ആവണം. 3D ഫുൾ ആവണമെങ്കിൽ ഇപ്പോൾ 9 ഇലക്ട്രോൺ ഉണ്ട്, 10 എണ്ണം ആവണം. 4s നിന്ന് ഒരെണ്ണം കടമെടുത്തു. അപ്പോൾ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്തായി മാറി? 3D10 4s1. 3D10, ഇവിടെ 5 അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. 3D5. ക്രോമിയത്തിൻ്റെ അതേ കേസ് ഇവിടേക്ക് എഴുതിയപ്പോൾ പറ്റിയതാണ്. 3D10 എന്നാണ് കേട്ടോ. 3D10 4s1. ഈ ചിത്രം കറക്റ്റാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. 3D10 4s1. ഇപ്പോൾ 3D ഫുള്ളായി, 4s ഹാഫ് ഉണ്ടായി. അപ്പോൾ ക്രോമിയവും കോപ്പറും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് 4s നിന്ന് ഇലക്ട്രോണിനെ കടമെടുക്കുന്നത്. ഈ ചിത്രത്തിൽ ഇവിടെ 3D4 അല്ല, 3D9 ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 3D9, ഇവിടെ 3D10 ആണ്. ഓക്കെ. ഇപ്പോൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അബ്നോർമലാണ്. കാരണം എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷനും ആക്ച്വൽ കോൺഫിഗറേഷനും ഡിഫറൻ്റ് ആണ്. ക്രോമിയത്തിൽ പ്രതീക്ഷിക്കുന്നത് 3D4 4s2, കിട്ടുന്നത് 3D5 4s1. കോപ്പറിൽ പ്രതീക്ഷിക്കുന്നത് 3D9 4s2, കോപ്പറിൽ പ്രതീക്ഷിക്കുന്നത് 3D9 4s2. ഇവിടെ 9 ആണ് വേണ്ടത്, പ്രത്യേകം പറയുകയാണ്. 3D9 4s2 കിട്ടുന്നത് എങ്ങനെയായിരിക്കും? 3D10 4s1, 3D10 4s1, 3D10 4s1. ഓക്കെ. അപ്പോൾ ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയുന്നതിന് സഹായിക്കുന്ന നിയമങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് maximum multiplicity. Okay, bye.